തള്ളേ കലിപ്പ് തീരുന്നില്ല. കലിപ്പ് തീരുന്നില്ലെന്ന് പറഞ്ഞാൽ കലിപ്പ് തീരുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിപ്പോട് കലിപ്പ്. കലിപ്പ് കാരണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. അമ്മാതിരി ദേഷ്യമാണ് വരുന്നത്. അതായത് ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? തുണിയുരിഞ്ഞ് കാണിക്കുന്ന അവളുമാർക്ക് ലൈക്കും കമൻറ്റും എന്ന് വേണ്ട. അവളുമാർ പുറത്തോട്ടിറങ്ങി അവളുമാരെ സെൽഫി എടുക്കാൻ 1000 ആണും പെണ്ണും. തെറ്റ് ചെയ്യാത്ത വ്യക്തികൾ ശിക്ഷ ഇന്നും അനുഭവിക്കുന്നു. നിസ്സാരം ഒരു 16 വയസ്സായൊരു പയ്യനെ കൊണ്ടുപോയി ഇടിച്ച് ഇഞ്ചി പരുവമാക്കി, ഇഞ്ചിച്ചാറ് പിഴിയുന്നത് പോലെ ഇഞ്ചി പരുവമാക്കി. അതായത് ചെയ്യാത്ത തെറ്റിനെ ആ കുട്ടിയെ കൊണ്ട് സമ്മതിപ്പിച്ച് ആ കുട്ടിയെ ഇഞ്ചി പരുവമാക്കി. എന്തിനാ? വേറെങ്ങുമല്ല, ഈ പേരൂർക്കട ആ ഭാഗത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോസ് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ചിറ്റേല് കൊണ്ട് ഇടിച്ച് ശരീരഭാഗങ്ങളൊക്കെ ഇടിച്ച് ഒടിച്ച് അടിച്ച് ഇഞ്ചി പരുവമാക്കി ആ കുഞ്ഞിനെ കൊണ്ട് സത്യം പറയിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. എന്താണ് പോലീസുകാരന്മാരെന്താണ് കാണിക്കുന്നത്? നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇങ്ങനെ ക്രൂരത ചെയ്യുന്ന കുറേ ക്രൂരന്മാരും ഉണ്ട്. ഇവന്മാരെ വീട്ടിലൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലേ? കാക്കിക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു ലൈസൻസാണോ പോലീസ് വേഷം? അല്ല. ഒരു മനസാക്ഷി എന്നുള്ളതില്ലേ? കൈക്കൂലി മേടിക്കുന്നവർ കൈക്കൂലി മേടിച്ചിട്ടാവാം ഒരു പക്ഷേ, അല്ലെങ്കിൽ എന്തോ അറിയില്ല, ചിലപ്പോൾ അവരുടെ റിലേറ്റീവ് ആവാം, ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരാവാം. എന്നാൽ പോലും തെറ്റ് ചെയ്യാത്ത കുട്ടികളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് പാവമല്ലേ? ഈ പാവമൊക്കെ എവിടെ കൊണ്ടുവച്ച് തീർക്കും? അതായത് 16 വയസ്സുള്ളൊരു ആൺകുട്ടി, ആ കുട്ടിയുടെ ഭാവി ഇനി എന്തായി? പോയില്ലേ? ആ കുട്ടിയുടെ ഭാവി പോയില്ലേ? ജീവിതം തൊലഞ്ഞില്ലേ? യുവന്മാരെ കാരണം. കൂട്ടുകെട്ട് പാടില്ല എന്ന് പറയുന്നത് ഇതാണ്. ഒന്നിൽ കൂടുതൽ കൂട്ടുകെട്ട് വന്നു കഴിഞ്ഞാൽ ആപത്തേ ഉണ്ടാക്കും. കേട്ടിട്ടില്ലേ? ഗുണ്ടകളെ തന്നെ ചതിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ഗുണ്ടകൾ തമ്മിൽ തന്നെ ചതിക്കുമെന്ന് പറഞ്ഞല്ലോ. കൂട്ടുകാർ തമ്മിൽ തന്നെ ചതിക്കും. ഒറ്റയ്ക്ക് കൊടുക്കും, അച്ഛനെയും ഒറ്റയ്ക്ക് കൊടുക്കും, അമ്മയെയും കൊടുക്കും, പെങ്ങളെയും കൊടുക്കും. നിസ്സാരം കൂട്ടുകാരെ ഒറ്റയ്ക്ക് കൊടുക്കുന്ന കാലമാണ്. സ്നേഹിച്ചിരുന്നിട്ട് മിന്നിട്ടിനകത്ത് എന്തെങ്കിലും ഒരു കേസായിട്ട് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് പറയാം അവനാണെന്ന് പറയും. ഒറ്റ സുഹൃത്തായിരിക്കും, ചിലപ്പോൾ ഒരു പാത്രത്തിൽ ഉണ്ട് വളർന്ന വ്യക്തികളായിരിക്കും. പക്ഷേ ഒരു പോലീസ് വന്നാൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ എന്തെങ്കിലും ഒരു വഴിയിൽ പോയി കഴിഞ്ഞാൽ ഉടനെ പറയാം അവനാണെന്ന് പറയും. അതാണ് കാലം. കുടിക്കുന്ന വെള്ളം പോലും വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്ത കാലമാണ്. പിഞ്ചു കുഞ്ഞിനെ വെറുതെ വിടുന്നില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ, എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞിന് സെക്സ് പരമായി മെസ്സേജ് അയച്ചിരിക്കുന്നു ഒരു നായിൻ്റെ മോൻ. ഈ നായിൻ്റെ മോൻ്റെ അണ്ടി വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഉള്ളവന്മാരുടെ ആ സാധനം ഉണ്ടല്ലോ അങ്ങ് കട്ട് ചെയ്ത് കളയണം. ഈ സെക്സ് പരമായി ചിന്ത വരികയും പ്രായത്തിന് പക്വതയില്ലാത്ത കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഒരുതരം കാമക്കടി കൊണ്ടുവരുന്ന ഇവന്മാരെയെല്ലാം മറ്റേ സാമാനം അങ്ങ് ചെത്തിക്കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. കേരളത്തിലും പുറം രാജ്യത്തുള്ള നിയമം വരണം എങ്കിൽ ഇവനൊക്കെ പഠിക്കും. ഒരുത്തൻ്റെ സാമാനം വെട്ടിയെടുത്താൽ മതി, പിന്നെ ഒരുത്തനും ഇതുപോലെ കാണിക്കത്തില്ല. കുറേ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമാണ്, എങ്കിലും പറയാതിരിക്കാൻ കഴിയുന്നില്ല. കുറേ നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഇതിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് കുറേ കണ്ടങ്കാളികളും കുറേ കാളന്മാരും ഇറങ്ങിയിട്ടുണ്ട്. അതായത് ബസ് സ്റ്റാൻഡിൽ ഒരു പർദ്ദയിട്ടിട്ട് പോയൊരു കുട്ടിയാണ്. ശരി, നമ്മുടെ ശരീരഭാഗങ്ങൾ അവർക്ക് ആകർഷിക്കുന്ന വണ്ണം കാണിച്ചൊരു വസ്ത്രധാരണത്തിൽ പോയൊരു കുട്ടിയാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഒരു പർദ്ദയിട്ടിട്ട് പോയൊരു പെൺകുട്ടിയെ നോക്കിയിട്ട് അവൻ സെക്സ് പരമായി അവൻ്റെ വികാരം അവിടെ അവൻ പ്രകടിപ്പിക്കുകയാണ്. അവന് സഹിക്കാൻ പറ്റുന്നില്ല. മൈരെ മുള്ളും മുറുക്കി പോയി കയറാ അഴുക്ക മൈരെ, നീ എന്തിനടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? മാന്യമായി പെണ്ണുങ്ങൾ നടന്നു പോകുമ്പോൾ ലേഡീസിനിപ്പം രാത്രിയെന്നില്ല പകലെന്നില്ല യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയായിരിക്കുകയാണ്. എന്താ, പെൺകുട്ടികൾക്ക് രാത്രി യാത്ര ചെയ്തുകൂടി? ചിലപ്പോൾ ദൂരെ ഒരു യാത്ര പോയാലേ ബിസിനസ് പരമായാലും പഠിക്കാനാലേ പല കാരണങ്ങൾക്ക് പോയിട്ട് വരുമ്പോൾ ട്രെയിൻ ലേറ്റായാലും ബസ് ലേറ്റായി നമ്മൾ കുറച്ച് ലേറ്റായി വരികയാണ്. നമുക്കൊരു സുരക്ഷിതത്വം വേണ്ടേ പെൺകുട്ടികൾക്ക്? അതില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ വിശ്വസിച്ച് പുറത്തിറങ്ങും? നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരെയാണ് വിശ്വസിക്കാൻ പറ്റാത്തത്? വിശ്വസിക്കാൻ പറ്റുന്നത് ഒന്നും അറിയാൻ പറ്റുന്നില്ല. എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ധൈര്യവും ഉണ്ടായെന്ന് വരില്ല. ഇന്നത്തെ കാലത്ത് കുറേ എണ്ണമ്മ പെണ്ണും ഉണ്ട് ആണും ഉണ്ട്. കഞ്ചാവും അടിച്ച് പ്രഷറും അടിച്ച് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട്
ബോധവും പൊക്കണവും ഇല്ലാതെ ആരെ നെഞ്ചത്ത് കയറണം, അമ്മേരെ നെഞ്ചത്ത് കയറണോ അച്ഛൻ്റെ നെഞ്ചത്ത് കയറണോ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ അഴുക്ക മൈരന്മാരും കുറേ മൈരത്തികളുമുണ്ട്. ഞാൻ പറയുന്നത് ഇവളുമാരെയൊക്കെ പിടിച്ച് തുറങ്കിലടയ്ക്കണമെന്ന്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവളുമാരെയൊക്കെ പിടിച്ച് തുറങ്കിലാണ് അടയ്ക്കേണ്ടത്, വേറൊന്നുമല്ല. ഇന്നലെ ഒരുത്തി കെട്ടിയിടുന്നുണ്ട്, അവളെ തുണിയെല്ലാം ഉരിഞ്ഞിട്ട് അവളെ കയറ് കൊണ്ട് വരിഞ്ഞ് കെട്ടുന്നു, അവളെ സാമാനമെല്ലാം വെളിയിൽ കിടക്കുകയാണ്. ഇതെല്ലാം പച്ചയ്ക്കാണ് കാണിക്കുന്നത് ഇതിനകത്ത്. പറയുമ്പോൾ കുറ്റം, കാണിക്കുമ്പോൾ കുഴപ്പമില്ല. കൊച്ചു കുട്ടികൾ വരെ ഈ വീഡിയോകൾ കാണുന്നതാണ്. മയറിനൊക്കെ പോയി ചത്തൂടെ ഇങ്ങനെ ജീവിക്കുന്നതിനെക്കാട്ടിലും? എന്തിനാണ് ഇങ്ങനെ മാനം വിറ്റ് ജീവിക്കുന്നത്? ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരുപാട് വ്യക്തികൾ കൈകാര്യം ചെയ്യുന്നൊരു സോഷ്യൽ മീഡിയയാണ്, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ. ഇന്നത്തെ കാലത്ത് ജനിച്ച് വീണ് കുറച്ച് ദിവസമാവുന്ന കുട്ടികൾക്ക് പോലും ചോറ് കൊടുക്കാൻ സമയത്ത് മൊബൈൽ കൊടുത്താലേ ചില കുട്ടികൾ ചോറ് കഴിക്കും. അപ്പോൾ അതൊരു ശീലമായി കുട്ടികൾക്ക്. മൊബൈൽ വേണം, പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ വീഡിയോ കാണണം, അല്ലെങ്കിൽ കോമഡി കാണണം, അത് കണ്ടാലേ അവർ ചോറ് കഴിക്കും. പണ്ടൊന്നും അങ്ങനെയല്ല. പണ്ട് കാക്കയെ കാണിക്കും, കുരുവിയെ കാണിക്കും, കാറ്റ് ഇത് മരങ്ങൾ കാറ്റടിക്കുന്നത് കാണിക്കും, ഇലകൾ വീഴുന്നത് കാണിക്കും, ഇതൊക്കെ കാണിച്ചാണ് ചോറ് കൊടുക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അവർക്ക് മൊബൈൽ മതി. അപ്പോൾ കൊച്ചു കുട്ടികൾ വരെ മൊബൈൽ കാണുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നീക്കി ഓരോ വീഡിയോസ് കണ്ടുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ തുണിയില്ലാത്ത വീഡിയോകളാണ് വരുന്നത്. പറയാൻ ലജ്ജയുണ്ട്, പറഞ്ഞു പോകുന്നതാണ്. 2 മുലയും ഒരു റോസാപ്പൂവും തന്നെയല്ല അവിടെ ഉള്ളു. അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, എല്ലാ പെണ്ണുങ്ങൾക്കും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അവിടെ പ്രത്യേക ഫിറ്റിങ്ങൊന്നും അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, അങ്ങ് എടുത്ത് കാണിക്കാനായിട്ട്. എന്തുവാ ഇത്രയേറെ കാണാനിരിക്കുന്നതെന്നാണ് ഈ കണ്ടം കാളന്മാർക്ക്. എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, ഈ നായിൻ്റെ മോന്മാർക്ക് എന്തുവാ ഇത്ര കാണാതിരിക്കുന്നത്? വീട്ടിൽ അരി മേടിച്ചു കൊടുക്കാൻ ഇവനൊന്നും പൈസ ഇല്ല. ഇവനൊക്കെ പോയി മറ്റേ സാമാനത്തിനകത്ത് പോയി പണം അടച്ചിട്ട് രായെന്നില്ല പകലെന്നില്ല അത് കാണാനായിട്ട് വായിൽ ഇങ്ങനെ ചാള് വേൽപ്പിച്ചുകൊണ്ട് കാത്തിരിക്കും. എടാ, നീയൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്നറിയാമോ? നീയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നീയൊക്കെ ഉണ്ടായത്, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ നീ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 10 മാസം ആ ഗർഭപാത്രത്തിൽ ചുമക്കണം ഒരമ്മ. 10 മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് പൊന്നെ പോറ്റിയെന്ന് പറഞ്ഞ് അതിനെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി 10 മാസം ആ ഗർഭപാത്രത്തിൽ കൊണ്ട് നടന്ന് ഒരു ഉരുവമാക്കി ഒരു കുഞ്ഞാക്കിയാണ് പുറത്ത് കൊണ്ടുവരുന്നത്. നീയൊക്കെ അങ്ങ് തള്ളി കൊടുത്തിട്ട് അങ്ങ് പോവും. പിന്നെ ആ 10 മാസവും ആ അമ്മ അത്ര സുരക്ഷിതമായി കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ആ കുഞ്ഞ് പുറത്ത് വരുന്നത്. ഒരു പെണ്ണുണ്ടെങ്കിലേ ഒരു ആണുള്ളൂ, ശരി തന്നെയാണ്. പക്ഷേ 2 കാറ്റഗറിയിലും കുറേ മൈരന്മാരും കുറേ മൈരത്തികളുമുണ്ട്, ഒന്നിനും കൊള്ളാത്ത. ഇവനൊക്കെ പോയി ചത്തൂടി, അല്ലെങ്കിൽ ഇവളുമാർക്കൊക്കെ പോയി ചത്തൂടി. മറ്റുള്ളവർക്കും കൂടെ നോണക്കേട് ഉണ്ടാക്കാനായിട്ട് കുറേ ശാപം പിടിച്ച ജന്മങ്ങൾ. കലിപ്പ് തീരുന്നില്ല എന്ന് പറയുന്നതിന് യാതൊരു മാറ്റവുമില്ല. ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ മാനസികമായിട്ട് നമ്മൾ തന്നെ വയലൻ്റായി പോകണം. നമ്മൾ സൈലൻ്റായിട്ട് നമുക്കേ കുറേ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കുറേ സന്തോഷം വേണം, കുറേ ചിരിക്കണം, ഹാപ്പിനെസ് കണ്ടെത്തണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയ അങ്ങോട്ട് തുറക്കുമ്പോൾ കാണുന്നത് മൊത്തവും നമുക്ക് വേദനകൾ ഉണർത്തുന്ന കുറേ കാര്യങ്ങൾ. കൂട്ടുകാരിയുടെ ഭർത്താവിനെ കൂട്ടുകാരി അടിച്ചുകൊണ്ട് പോകുന്ന കാലഘട്ടം അറിഞ്ഞില്ലേ? ഇങ്ങനെ എന്തെല്ലാം പലതരം കാലഘട്ടങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. അച്ഛൻ മക്കളെ പീഡിപ്പിക്കുന്ന കാലഘട്ടം, അമ്മ മോനെ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ മകൻ അമ്മയെ പീഡിപ്പിക്കുന്ന കാലഘട്ടം. ആർക്കും ആരെയും വിശ്വസിച്ച് ഒരു നിമിഷം പോലും ഒന്ന് ഏൽപ്പിച്ചിട്ട് പോകാനോ, അല്ലെങ്കിൽ പണ്ടൊക്കെ അമ്മമാരൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ കുട്ടികളെയൊക്കെ അടുത്ത വീടുകളിൽ ഏൽപ്പിച്ചിട്ട് പോകും. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ, കൊച്ചിനെ ഒന്ന് നോക്കിക്കോണേ, അവൾ ഇവിടെ നിന്ന് കളിക്കട്ടെ എന്ന്. പക്ഷേ ഇന്ന് അങ്ങനെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. കാരണം ബാക്ടീരിയ, കുറേ കഴുകന്മാരുണ്ട്, കഴുകൻ്റെ കണ്ണുകളുമായി. ഇവന്മാരുടെ ബാക്ടീരിയ കാരണം നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ല. കൊച്ചെന്നില്ല വലുതെന്നില്ല, പ്രായം നമ്മുടെ ഏജ് പോലും നോക്കാതെയാണ് ഇവന്മാർ സെക്സ് പരമായി ഇവന്മാർ ഇടപെടുന്നത്. കുറേയൊക്കെ അതിന് ഇവളുമാരും കാരണക്കാരികളാണ്. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ തുണിയുരിഞ്ഞ് കാണിക്കുമ്പോൾ പിന്നെ അവന്മാരെന്ത് ചെയ്യും? ഇതൊക്കെ കൂടെ കണ്ടിട്ട് പിന്നെ അവന്മാർക്ക് കൊതി മൂത്തിട്ട് അവന്മാർ പിന്നെ എന്ത് ചെയ്യും? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുമെന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലാണ്. ഇതെല്ലാം കണ്ട് മൂത്ത് നിൽക്കുകയല്ലേ സംഭവം. പിന്നെ എവിടെയെങ്കിലും ഇത് കൊണ്ടുവന്ന് ഇറക്കി വെക്കണ്ടേ? അപ്പോൾ കിട്ടുന്നവരെ നെഞ്ചത്ത് കൊണ്ടുവന്ന് ഇറക്കി വെക്കും. ഇതാണ് സത്യം. മനസ്സിലാവുന്നുണ്ടോ? ഹെൽമെറ്റ് വെച്ചില്ലേ ഫൈൻ അടയ്ക്കണം, ഫോണ് സംസാരിച്ചുകൊണ്ട് പോയാൽ ഫൈൻ അടയ്ക്കണം, റോഡിൽ നിന്ന് എന്തെങ്കിലും കലിവില കാണിച്ചാൽ ഫൈൻ അടയ്ക്കണം. ഇതുപോലെ തുണിയുരിഞ്ഞ് ശീലയില്ലാതെ ഈ ആടുന്ന കണ്ടങ്കാളികളെ പിടിച്ച് തുറങ്കിലടയ്ക്കാൻ അധികാരികൾക്ക് ഈ കണ്ണില്ലേ എന്നാണ് എൻ്റെ ചോദ്യം.
കണ്ണില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കഷ്ടം. നിയമം ഭരിക്കുന്ന അധികാരികളെ ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറക്ക്. നിങ്ങളൊക്കെ പിന്നെ അല്ലെ ആ കസാര ഇരിക്കാതെ ഇറങ്ങിപ്പോ. ഞാൻ പറയണ ജനങ്ങൾ തന്നെ ജനങ്ങളെ ഭരിക്കട്ടെ. നിയമം ഭരിക്കാൻ ആരും വേണ്ട. സത്യം പറയുന്നവരെ തുറങ്ങിലടയ്ക്കും. അതാണ് കാലം. സത്യം പറയാൻ പാടില്ല ഇന്നത്തെ കാലത്ത്. നിയമത്ത് കസേരയിലിരിക്കുന്ന വ്യക്തികളാരും അവിടെ ഇരിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളങ്ങോട്ട് മാറിക്കൊടുക്കുക. ജനങ്ങൾ തന്നെ ജനങ്ങളെ ഭരിക്കട്ടെ. ഒരു തെറ്റ് ചെയ്താൽ അവനെ സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ട് റിമാൻഡ് ചെയ്ത് അവന് നല്ല കൊഴുത്ത ആഹാരവും കൊടുത്ത് അവനെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവന് കുറച്ച് പണം അടച്ചു കഴിഞ്ഞാൽ അവനെ ഇറക്കി വിടും. അവൻ വീണ്ടും ചെന്ന് അടുത്ത തെറ്റ് വീണ്ടും ചെയ്യുകയാണ്. എന്തിനാണ് ഇതൊക്കെ? അങ്ങനെയുള്ളവനെയൊക്കെ കൊന്നുകളയണം. അവിടെ കൊണ്ടൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. ആ രാത്രി തന്നെ അവൻ എന്ത് തെറ്റാണോ ചെയ്തത് ആ തെറ്റ് തന്നെ അവനെ കൊണ്ടും ചെയ്യിപ്പിക്കണം. അവൻ പിന്നെ സൂര്യോദയം കാണാൻ അവസരം കൊടുക്കരുത്. അപ്പോൾ ഉറങ്ങി ഉണരുമ്പോൾ അവന് സൂര്യോദയം കാണാൻ പറ്റരുത്. ആ വിധത്തിലാക്കണം. അതിന് നമ്മുടെ ഈ രാജ്യത്തുള്ള അധികാരികൾക്ക് ഒന്നിനും കഴിവില്ലല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്തിനാണ് ആ കസേരയിലിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളെ കൊണ്ട് കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നം നേരം വന്ന് വെളുത്തിരുന്നിട്ട് മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് ചെയ്യുക? ഇതാണ് അധികാരത്തിലിരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ നാട്ടിൽ എന്തെല്ലാം നടക്കുന്നു. ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, പീഡനം. ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, പിടിച്ചുപറി, മോഷണം. ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, പല കാര്യങ്ങൾ. എങ്ങനെ പെൺകുട്ടികൾ പുറത്തിറങ്ങും? പെൺകുട്ടികളും അതെ, ആൺകുട്ടികളും അതെ. പെൺകുട്ടികളെ കിട്ടില്ലേ ആൺകുട്ടികളെ പീഡിപ്പിക്കുക. ഒന്നും മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഈ കണ്ട ഹോട്ടലുകൾ, മസാജ് സെൻ്ററുകൾ എല്ലായിടവും പീഡനമാണ്. ഒരു മസാജ് സെൻ്റർ തുടങ്ങിക്കൊണ്ട് അവിടെയും പീഡനമാണ്. കുറേ പെണ്ണുങ്ങളെ വിളിച്ച് കയറ്റിക്കൊണ്ട് മസാജ് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് കയറ്റിക്കൊണ്ട് അവിടെയും പീഡനം. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുക. ഇമാതിരി തോന്നിയാസങ്ങളെല്ലാം ഈ കേരളത്തിൽ നടന്നിട്ടും വഴിയെ കൂടെ പോകുന്നവർക്കും പീഡനം. അവർക്കും മാന്യമായിട്ട് പോകാൻ പറ്റുന്നില്ല. ഇതെന്താണിത്? ഇത്രയേറെ സെക്സിൽ എന്താണ് ഇരിക്കുന്നത്? ഇത്രയേറെ എന്താണ് ഇരിക്കുന്നത്? എല്ലാവർക്കും അറിയാം എന്താണുള്ളത്, എന്തിനാണ് നമ്മൾ സെക്സ് പരമായി എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, അല്ലെ എന്തിനാണ്, എന്ത് സുഖമാണ്, അതെല്ലാം അറിയാം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇത് അമ്മയാണ്, അത് അച്ഛനാണ്, ഇത് പെങ്ങളാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധമെങ്കിലും വേണ്ടേ? അല്ലേ ഇത് അടുത്ത വീട്ടിലെ പെണ്ണാണ്. എല്ലാവരെയും ഭാര്യയായും എല്ലാവരെയും അമ്മയായും കാണാൻ പറ്റില്ല എന്നാണ് ഒരുത്തൻ പറഞ്ഞൊരു ഡയലോഗ്. നല്ല ഡയലോഗ്. എനിക്ക് പിന്നെ ഈ ലോകത്ത് കിടക്കുന്ന എല്ലാവരെയും അങ്ങ് സെക്സ് പരമായി കണ്ടാൽ പോരെ? മോളെ, ചേച്ചി, ആൻറ്റി എന്നൊക്കെ വിളിക്കുന്ന എന്തിനാ? അങ്ങനെ വിളിക്കാൻ പാടില്ല. അത് തെറ്റല്ലേ? അത് തെറ്റല്ലേ? എല്ലാവരെയും അമ്മയായും പെങ്ങളായും കാണാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മ, ചേച്ചി, പെങ്ങളെന്നൊന്നും വിളിക്കരുത്. അതിന് യോഗ്യതയില്ല നിങ്ങൾക്ക്. കഷ്ടം. കലിപ്പാണ്. ഒരു നാൾ ഈ കലിപ്പ് തീരാൻ പോകുന്നില്ല. ഒരു നാളും. പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും പറഞ്ഞു പോണേണ്. ഇതൊക്കെ കാണുമ്പം നമുക്ക് കാലിൻ്റെ പെരുവിരലേന്ന് കയറും ചൊറിഞ്ഞ്. അപ്പോൾ പറയാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഈ വീഡിയോകൾ ഓരോ വ്യക്തികളും ചെയ്യുന്ന ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ ഈ തുണിയില്ലാതെ ചെയ്യുന്ന വീഡിയോ, സെക്സ്പരമായി ചെയ്യുന്ന വീഡിയോകൾക്ക് മില്യൺ കണക്കിനാണ് ലൈക്ക്. അതിൻ്റെ അർത്ഥം അത് കാണാൻ മില്യൺ കണക്കിന് ആൾക്കാരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ലൊരു വീഡിയോ ഇട്ടാൽ, ഒരു കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ നല്ല ഒരു മാന്യതയോടുകൂടിയുള്ള നല്ല 2 വാക്കുകൾ പറഞ്ഞൊരു വീഡിയോ ഇടുന്ന വ്യക്തിക്ക് ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, അത് കാണാനും ആളില്ല. ഇന്നത്തെ കാലത്ത് ബാഡായിട്ട് എന്ത് ചെയ്യുന്നു അവർക്കാണ് റീച്ചും. അവർ പുറത്തോട്ടിറങ്ങിയാൽ സെൽഫി എടുക്കണം, വീഡിയോ പിടിക്കണം, സന്തോഷം. പിന്നെ ഒന്നും പറയണ്ട. പണ്ടത്തെ കാലത്ത് ഒന്നിൽ കൂടുതൽ ഒരാൾ 2 ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഒരാൾ അടുത്ത വീട്ടിലെ പെണ്ണിനെ പ്രണയിച്ചും കൂടെ വെച്ചുകൊണ്ടിരുന്ന, ഒരു കല്യാണം കഴിഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന പറയും വെച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും. പണ്ട് കാലത്ത് കുറേ പുറകിലേക്ക് പോയാൽ. ഇന്നത്തെ കാലത്ത് ഒന്നിൽ കൂടുതൽ ഒരാൾ വെച്ചുകൊണ്ടിരുന്നാൽ പറയും ലിവിൻ ടുഗദർ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ലിവിൻ ടുഗദറും വച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. പണ്ട് വാഴത്തോട്ടത്തിൽ പോകുന്നതും ഇപ്പോൾ റൂമെടുത്ത് പോകുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. വച്ചുകൊണ്ടിരിക്കണ തന്നെയാണ്. അവിടെ ലിവിൻ ടുഗദറൊന്നുമല്ല. അത് ഇംഗ്ലീഷിൽ അങ്ങ് വേറെ ഭാഷയിൽ പോയ വാക്കുകളാണ്. വച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കണം ഇപ്പോഴും എല്ലാവരും.
ഒരുത്തി പറഞ്ഞ കേട്ടില്ലേ, ഒരാണിനും ഒരു പെണ്ണിനും ഇഷ്ടമാണെങ്കിൽ അടുത്തവൻ്റെ ഭാര്യയെ കൊണ്ടുപോയി സെക്സ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ലെന്ന്. അവൾ ഏത് നായിൻ്റെ മോളാണ് എന്ത്? അവളെ ഭർത്താവിന് വിട്ടു കൊടുക്കുമായിരിക്കും കാണുന്ന പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും. അതാണ് അവൾ അത്ര ധൈര്യത്തോടുകൂടി അത് പറഞ്ഞു. അങ്ങനെ ആരും ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ആ മനസ്സും വരില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പുരുഷൻ വേറൊരു അന്യ സ്ത്രീയിലൂടെ പോകണമെന്ന് പറയുമ്പോൾ മനസ്സ് വരില്ല തന്നെയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളോടെ പോവാതെ ഇരിക്കുന്നില്ല. ഇത് ഇത്രയും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പതിവ്രതയോ അല്ല, ഞാൻ പതിവ്രതയാണെന്ന് പറയുന്നുമില്ല. നമുക്ക് ചെയ്യുന്ന തെറ്റുകൾക്കൊരു പരിധിയുണ്ട്. അർഹതയുള്ള തെറ്റുകൾ ചെയ്യുക, ഒരു പരിധിയുണ്ട്. ഇതങ്ങനെയല്ല. ഒരുത്തി പറയുകയാണ്, സ്വന്തം ഭർത്താവ് അടുത്തവൻ്റെ ഭാര്യയെ സ്നേഹിച്ച് പോയാലും അവരുടെ കൂടെ പോയി സെക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ലെന്നാണ് അവൾ പറയുന്നത്. ഒരു കുഴപ്പമില്ല. പണ്ട് മറയ്ക്കാൻ സമരം ചെയ്തു, ഇന്ന് മറയ്ക്കണ്ട എന്നാണ്. മാറൊന്നും മറയ്ക്കണ്ട. തുണി എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് വസ്ത്രം? ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ തുണിക്കടകളൊക്കെ അടച്ചിട്. എൻ്റെ അഭിപ്രായത്തിൽ പറയുന്ന തുണിക്കടയൊന്നും വേണ്ട. എന്തിന്? വസ്ത്രം വേണ്ട എന്നല്ലേ പറയുന്നത്? വല്ലാത്ത ദുരന്തങ്ങൾ. നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്താൽ അയ്യോ അവിടെ പിന്നെ ഒന്നും പറയണ്ട. ആണും പെണ്ണും കെട്ട കുറേ സാധനങ്ങൾ. മനുഷ്യനെ സ്വതന്ത്രമായിട്ടൊന്ന് ട്രെയിനിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കത്തില്ല. പൈസപ്പിരിവിന് വന്നിട്ട് പൈസ കൊടുത്തില്ല എന്നുകൊണ്ട് ചീല പൊക്കി കാണിക്കുക. ചൂടുവെള്ളം കോരി ഒഴിച്ചു കൊടുക്കണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൂടുവെള്ളം കോരി ഒഴിച്ചു കൊടുക്കണം. അതായത് ആസിഡ് എടുത്ത് വീതി കൊടുക്കണം. അമ്മാതിരി കലി വരും. ഇങ്ങനെ കുറേ നാശങ്ങൾ ട്രെയിനിനകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശല്യം ചെയ്യുന്ന കുറേ, അമ്മയ്ക്കും വേണ്ട അച്ഛനും വേണ്ടാത്ത കുറേ നാശങ്ങൾ. കുറേ നല്ല ആൾക്കാരുണ്ട്, എന്നാൽ കുറേ നാശങ്ങളുമുണ്ട്. പെണ്ണാണത്ര, ആണ് പെണ്ണാവുകയാണെന്നാണ് പറയുന്നത്. ആണ് പെണ്ണാവുന്ന വ്യക്തി ഒരു പെണ്ണാണ്. അവളെ ശരീരം മറച്ച് നടക്കാനേ ചിന്തിക്കുള്ളൂ. ഞാനൊരു പെണ്ണാണ്, അയ്യോ എൻ്റെ ശരീരം മറ്റൊരാൾ കാണാൻ പാടില്ല, ഞാനൊരു പെണ്ണല്ലേ. ഇപ്പം നാണവും ലജ്ജയൊക്കെ വരും. ഇത് നാണവും ലജ്ജയൊന്നുമില്ലാത്ത കുറേ മൈര്യങ്ങൾ ചീലയങ്ങ് ഉരിഞ്ഞ് കാണിക്കുകയാണ്. ആണുമല്ല പെണ്ണുമല്ല, പണം കൊടുത്തില്ലെങ്കിൽ എന്തിനു പോയി ചത്തുകൂടി? മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിച്ചുകൂടി? ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അതിൻ്റേതായ രീതികൾ ഇത് അനുകൂലിച്ച് കൊടുത്തിട്ടുണ്ട്. ദൈവം സഹായിച്ച് ഒരുപാട് മാറ്റങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും മാന്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത കുറേ കണ്ടങ്കാളികൾ. എല്ലാം കണക്കാണ്. എല്ലാ മനുഷ്യരിലും കുറേ കണ്ടങ്കാളികളുണ്ട്. എങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ തോന്നണമെന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ തോന്നുകയാണ്. നമ്മളും തെറ്റൊക്കെ ചെയ്യും. ഒരു നോട്ടം കൊണ്ട് പോലും തെറ്റിയാത്ത പതിവ്രതയൊന്നും അല്ല ഞാൻ. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അത് പറയാതിരിക്കാൻ തോന്നുന്നില്ല. പറഞ്ഞു പോവുകയാണ്. ഗതികേട്. ഓരോ മനുഷ്യൻ്റെ ഗതികേടാണ്. എല്ലാവർക്കും ധൈര്യവും ഭയങ്കര തൻ്റെ ഇടമൊന്നും ഉണ്ടായെന്ന് വരില്ല. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരാൾ വന്നാൽ എതിർക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിച്ചാൽ അതിനൊത്ത് പിടിച്ച് നിൽക്കാനുള്ള ഗൾസ് ഉണ്ടായെന്ന് വരില്ല. നമുക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങി നടക്കാനായിട്ട് നമുക്കൊരിത് വേണ്ടേ? അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയാനുള്ളത്? ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ബസ്സിൽ പറ്റത്തില്ല, നിസ്സാരം നടന്നു പോകാൻ പറ്റത്തില്ല. ആളില്ലാത്ത ഏരിയകളിൽ കൂടെ നടന്നു പോകാൻ പറ്റില്ല. അതാണ് അവസ്ഥ. എങ്ങനെ ജീവിക്കുമെന്ന് മനസ്സിലാകുന്നില്ല. കലിപ്പ് തീരുന്നില്ല. വല്ലാത്ത ജാതികൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജാതികൾ.